ഹായ് ഓൾ. അപ്പോൾ നിങ്ങൾ തമിഴ്ലൈനിൽ കണ്ട പോലെ 1 അവറിൽ നിങ്ങൾക്ക് മെറ്റയിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ആഡ്സ് റൺ ചെയ്യാൻ പഠിക്കാം. പക്ഷേ ഇതൊരു 1 അവർ കോഴ്സ് അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈഡ്. സോ അത്രയും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണേണ്ടി വരും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ആഡ്സ് റൺ ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയറായി പഠിക്കാം. അതൊരു 1 അവർ ഉണ്ട് വീഡിയോ. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. ഇതിൽ ഞാൻ ലൈവായിട്ടാണ്, അതായത് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ ചെയ്തുകൊണ്ട് എങ്ങനെ പറയാം, സ്ക്രിപ്റ്റ് അല്ല, ആ ഒരു ലൈവായിട്ട് ഞാൻ ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഇങ്ങനത്തെ മിസ്റ്റേക്സിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞാൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കൂടി കിട്ടും. നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ ആയി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ഈ വീഡിയോയിൽ എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷേ ഇതിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടി ഈസിയാവും. അപ്പോൾ നോട്ട് ചെയ്യാൻ പറഞ്ഞുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. സോ ലെറ്റ്സ് ജംപ് ഇൻടു ഇറ്റ്. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. ഇൻ കേസ് കണ്ടില്ലെങ്കിൽ നല്ല കാര്യം. കണ്ടവരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ആഡ്സ് ഫസ്റ്റ് മുതൽ പഠിക്കാം. ഇനി ഓരോ എപ്പിസോഡ് കാണുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും ഇങ്ങനെ നിങ്ങളൊരു മൊത്തം ക്ലാസ് ഒരുമിച്ചിരുന്ന് കാണുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആഡ്സ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ആദ്യം നമുക്കൊരു ഫേസ്ബുക്ക് പേജ് വേണം, പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് വേണം. ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മെറ്റ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആഡ് അക്കൗണ്ടിലാണ് ബാക്കി പരിപാടികൾ മൊത്തം നമ്മൾ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്തിട്ട് മെറ്റ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു ജസ്റ്റ് എങ്ങനെ പോകുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞത് ആദ്യം. അത് നോട്ട് ചെയ്തോളൂ, എഴുതി വെച്ചോളൂ. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആവും. അപ്പോ ഫസ്റ്റ് നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലില്ലേ, നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ലേ, ആ അക്കൗണ്ട് അതായത് ഫേസ്ബുക്ക് പ്രൊഫൈലിനുള്ള ആദ്യം എഴുതി വെക്കുക. അതിന്റെ നേരെ ഒരു ആരോ അടുക്കിടുക. എന്നിട്ട് അതിന്റെ അടിയിലേക്ക് ഫേസ്ബുക്ക് പേജ്, ഫസ്റ്റ് ഫേസ്ബുക്ക് പ്രൊഫൈല്, പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ട് വരും. ആ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യണം. അപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് പേജ്, അതിനുശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഈ മെറ്റാ ബിസിനസ് സ്യൂട്ടിന്റെ സെറ്റിംഗ്സ് എടുക്കുന്ന സമയത്ത് മെറ്റാ ബിസിനസ് പോർട്ട്ഫോളിയോ. ഓക്കെ, എങ്ങനെയാണ് ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് പേജ്, അതിനുശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ട്, അതിനുശേഷം ബിസിനസ് പോർട്ട്ഫോളിയോ. ഈ ബിസിനസ് പോർട്ട്ഫോളിയോന്നായിരിക്കും നമ്മൾ മെറ്റ ആഡ്സ് മാനേജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നോട്ട് ചെയ്തോ, ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് പേജ്, മെറ്റാ ബിസിനസ് സ്യൂട്ട്, മെറ്റ ബിസിനസ് പോർട്ട്ഫോളിയോ, അതിനുശേഷം ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആവാം. അപ്പോൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതായത് ഇതാണ് എൻ്റെ പ്രൊഫൈൽ. എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത, എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു പാസ്വേഡും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഒരു എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് പ്രൊഫൈൽ. ഓക്കെ, അർഷാദ് ബിൻ മുത്തലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഡിസോൾവർ, മെറ്റാ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളുടെ ബിസിനസ്സുകളാണ്. ഈ ബിസിനസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പേജാണ്. ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണ പറഞ്ഞുതരാം. ഇതൊരു പേജാണ്. നേരത്തെ പോലെ തന്നെ ഏകദേശം സെയിം തന്നെ അല്ലേ. അപ്പൊ ഇത് ബിസിനസ്സാണ്, പക്ഷെ ഇത് എൻ്റെ പേഴ്സണൽ പ്രൊഫൈലാണ്. ഈ പേഴ്സണൽ പ്രൊഫൈലിൻ്റെ അണ്ടറിൽ ഇവിടെ ആയിട്ട് കണ്ടോ മെനു. ഈ മെനുവിലാണ് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്റ്, സ്റ്റോറി, റീൽസ്, ലൈഫ് അപ്ഡേറ്റ്, അതിൻ്റെ അടിയിൽ പേജ് ക്ലിക്ക് ചെയ്യുക. ഒരു പേജ് നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ ബിസിനസ്സിന് നെയിം കൊടുത്തിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ മെറ്റ ആഡ്സ് ക്ലാസ്, ഇപ്പം തന്നെ ബിസിനസ് ഇതാണ്. ഓക്കെ, അപ്പോൾ മെറ്റ ആഡ്സ് ക്ലാസ് കൊടുത്തു. കാറ്റഗറി കൊടുക്കുക, എഡ്യൂക്കേഷൻ. കാറ്റഗറി ഏതാ നോക്കി കൊടുക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ കാറ്റഗറി ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. കോഴ്സസ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാറ്റഗറി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ
ക്രിയേറ്റ് പേജ്, പിന്നെ നെയിം കൊടുക്കുക, അതിനുശേഷം കാറ്റഗറി കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് പ്രൊഫൈലിൽ ഇവിടെ മെനുവിൽ പേജ് എന്ന് ക്ലിക്ക് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, പേജ് ക്രിയേറ്റ് ചെയ്തു. പേജ് ക്രിയേറ്റ് ചെയ്തു ശരി. അങ്ങനെ ലോഡിംഗ് ആണ്, കുറച്ച് ടൈം എടുക്കും. അപ്പൊ എങ്ങനെയാണ് പ്രൊഫൈൽ, അതിനുശേഷം മെനുവിൽ നമ്മൾ പേജ് ക്ലിക്ക് ചെയ്യുക, കണ്ടില്ലേ ഇവിടെ പേജ് ക്ലിക്ക് ചെയ്താൽ. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് കൊടുക്കുക, ഫോൺ നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഏതൊക്കെ ടൈമിലായിരിക്കും നിങ്ങൾ അവൈലബിൾ ആയിരിക്കുക, എല്ലാ ടൈമും ഓപ്പൺ ആണെങ്കിൽ അത് കൊടുക്കുക, വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്ക് പോവുക. നമുക്ക് ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. ഒരു പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ക്. ഏത് ആഡ് ചെയ്യും? ഓക്കെ നമുക്ക് നമ്മുടെ മിസ്റ്റർ ബീൻ ആഡ് ചെയ്യാം. ഈ കവർ ഫോട്ടോ വേണം, കവർ ഫോട്ടോ ആഡ് ചെയ്യാം. ആക്ഷൻ ബട്ടൺ ഒന്നും വേണ്ട. ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് കസ്റ്റമൈസ് യുവർ ബട്ടൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമില്ല, സോറി, വാട്സപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇമെയിലിൻ്റെയോ അങ്ങനെ കോളിൻ്റെയോ ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് ഇപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ നല്ലതാണ്, പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് അടിച്ചു. ഇൻവൈറ്റ് ഫ്രണ്ട്സ് വേണ്ട. ഇനി ഈ പേജിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പേജാണ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ പ്രൊഫൈലും പേജും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഈ ഓക്കെ, പ്രൊഫൈലും പേജും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ബിസിനസ്, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തി, നിങ്ങളെന്ന് പറയുന്നത് വേറൊരു വ്യക്തി, രണ്ടും വേറെ വ്യക്തികളായിട്ട് കണക്ക് കൂട്ടുക. അപ്പൊ ഈ വ്യക്തിൻ്റെ അടിയിൽ വേറൊരു വ്യക്തിക്ക് സ്ഥലം കൊടുത്തു ജീവിക്കാൻ. അങ്ങനെ കിട്ടിയ സ്ഥലം, അങ്ങനെ ആ സ്ഥലം അളന്ന് മുറിച്ച് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്, ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലം ഞാൻ മെറ്റാ ക്ലാസ് എന്നുള്ള ആൾക്കും കൂടി കൊടുത്തു. ഈ ആള് എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്, ഒരു ബിസിനസ്സാണ്, ഒരു കൂട്ടായ്മയാണ്, എന്തും പറയാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ പേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാവുക. അത് ഞാൻ വേറെ ഒരു പേജ് എടുത്ത് കാണിച്ചതാ. ജസ്റ്റ് ബിസോളർ, ഇത് എൻ്റെ സ്വന്തം പേജാണ്, എൻ്റെ ബിസിനസിൻ്റെ പേജ്. കണ്ടില്ലേ, നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബയോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വൃത്തിക്ക് വരും. ഡീറ്റെയിൽസ് വാട്സപ്പിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാ ബിസോൾ, ജിമെയിൽ, എന്താ വാട്സപ്പ് നമ്പർ, അതേപോലെ തന്നെ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഈ ഒരു രീതിയിലായി. കൊടുക്കാത്തപ്പോൾ ഇതാ നമ്മളിപ്പോൾ ചെയ്തു വെച്ച രീതിയിലുണ്ട്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മൊത്തം വരും. ഓക്കെ, അപ്പൊ എന്താണ്, പ്രൊഫൈലിൽ പോയി, മെനുവിൽ പോയി, ഇവിടെ പേജ്, സോറി, ഇത് നമ്മളുടെ പേജ് ആയതുകൊണ്ട്. അപ്പൊ എങ്ങനെയാ വന്ന പറഞ്ഞാ ഒന്നും കൂടി, നമ്മളുടെ പ്രൊഫൈലിൽ പോയി, പ്രൊഫൈലിന് മെനു എടുത്തു, മെനുവിൽ നിന്ന് പേജ് എടുത്തു, പേജ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ പേജ് ഈസിയാണ്. ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എൻ്റെ സ്ഥലം കൊടുത്തുകൊണ്ട് ഞാനും അത് തുല്യനായി. ഓക്കെ, അങ്ങനെ വന്നു. അപ്പൊ നമ്മൾ എങ്ങനെ വന്നു, പ്രൊഫൈലിൽ പോയി പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോ പേജ്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ പറഞ്ഞത്, മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഇവിടെ കണ്ടോ മെറ്റാ ബിസിനസ് സ്യൂട്ട്, നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. മെറ്റാ ബിസിനസ് സ്യൂട്ട്, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കിതാ ഫേസ്ബുക്ക് പേജ്, കണക്ട് ഇൻസ്റ്റാഗ്രാം. നമുക്ക് എന്ത് കണക്ട് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോഗിൻ ടു ഇൻസ്റ്റാഗ്രാം കൊടുക്കുക. ഞാനൊരു പുതിയ അക്കൗണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല, ആദ്യം വെറുതെ തുടങ്ങി ചെയ്യുന്നു, അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ക്ലയൻസിൻ്റെ ഒക്കെ നോക്കണ്ട കേട്ടോ.
പാസ്വേഡും കൊടുത്തു. സേവ് ഇൻഫോ, ലോഗിനാസ്, എന്തോ ഒരു നിയമ. യാ, ബെസ്റ്റ് ഡിസ്ക്രൈബ് ക്രിയേറ്റർ ആണോ ബിസിനസ് ആണോ? ബിസിനസ് അല്ലേ, ബിസിനസ് കൊടുത്തു. ബിസിനസ് അപ്പോൾ നിങ്ങൾ വായിച്ചോളൂ. ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാറ്റഗറി എഡ്യൂക്കേഷൻ. നോർമൽ അക്കൗണ്ട് ആയിരുന്ന ഇൻസ്റ്റാഗ്രാം പേജിനെ ഞാൻ എന്താക്കി, പ്രൊഫഷണൽ ആക്കി. എന്താ നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, നോക്കാം. ഇൻ കേസ് ഇങ്ങനെയൊക്കെ ചൊറ കാണിക്കുകയാണ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി കണ്ടിന്യൂ കൊടുക്കുക. ലോഗിനാസ്, ഓക്കെ. കണക്റ്റ് ആയോ? കണക്റ്റ് ആയി. അങ്ങനെ ഇതൊന്നും എനിക്ക് ചോദിക്കില്ല, ഞാൻ 2 സ്റ്റെപ്പ് ഒതൻറ്റിക്കേഷൻ ഓൺ ആക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഓരോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, യുവർ ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റാഗ്രാം couldn't add to Meta ad account, you will still able to run Instagram but won't have access to feature. അതെന്ത് പറ്റി? ഒന്നും കൂടി നോക്കാം. കണ്ടിന്യൂ, കൺഫേം കണക്ഷൻ. Loading. This business account didn't comply with our advertising policy or other standards. But why? Maybe പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാവാം, ആയിരിക്കാം. But why? നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ എന്താ എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയല്ലോ. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ, എഡിറ്റ് പ്രൊഫൈൽ, സോ മെനി ഇഷ്യൂസ്. ഇതൊക്കെ ഏതോ കാലത്തെടുത്ത് വെച്ച അക്കൗണ്ടാണ്. മെറ്റ ആഡ് ക്ലാസസ്, ഓക്കെ. പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം. ഏതൊക്കെ വള്ളി പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ചിലപ്പോൾ അതൊക്കെ ഒരു ഇഷ്യൂ ആണ്. ആരെ കൊടുക്കും നമുക്ക്? ലേൺവോ കൊടുക്കാം. ലേൺവോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫൈലായിരുന്നു, ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ തുടങ്ങി പക്ഷെ പതി നിന്നുപോയി. ലേൺവോ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവിടെ ഉണ്ടല്ലോ. പിന്നെ ഓക്കെ, സബ്മിറ്റ്. പ്രൊഫഷണൽ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്. ഇനിയും വന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രൊഫൈലിൽ കാണിച്ചു തരാവേ. കണക്ട് ഇൻസ്റ്റാഗ്രാം. ഈ നെയിമിൻ്റെ ഇഷ്യൂ ആണ്. The business account didn't comply with our, അതെന്താ റീസൺ? റീസണും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരുന്നു. ആയിക്കോട്ടെ, നമുക്ക് അവരെ സഹായം വേണ്ട.
ഇപ്പൊ ഇവിടെ വരാൻ മനസ്സിലായില്ലേ? അതായത് എന്താണ് അത് നമുക്ക് റെഡി ആക്കാനൊക്കെ പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡി ആക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ എടുക്കുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് അതിന് പോകും. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാം. പ്രൊഫൈല് പോയതിനു ശേഷം പേജ് ക്രിയേറ്റ് ചെയ്തു. പേജിൽ നിന്ന് നേരെ ബിസിനസ് പോർട്ട്ഫോളിയോ. ഓക്കെ, ഇനി ബിസിനസ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഇനി വേറെ പേജിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, മെറ്റാ ബിസിനസ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കണക്ട് ആവും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വേറെ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ പോസ്റ്റ് ആയിട്ട് ഇവിടുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും പോകും. അതിപ്പോൾ റീൽസ് ആണെങ്കിൽ റീൽസ്, പോസ്റ്റ് ആണെങ്കിൽ റീൽസ്. അത് മാത്രമല്ല ഇൻബോക്സ് പോയിട്ട് നമുക്ക് മെസ്സേജ്, നോട്ടിഫിക്കേഷൻ എല്ലാം ഒരു സ്ഥലത്തുനിന്ന്, അത് ഫേസ്ബുക്കിലത്തെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലത്തെ ആണെങ്കിലും ശരി, എല്ലാം ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു സംഭവമാണ്. ഓക്കെ, ഇനി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എന്താവുന്ന പറഞ്ഞാൽ നമ്മൾ ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആവുന്നത്. ഈ ബിസിനസ് സ്യൂട്ടിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുക കേട്ടോ, അതാണ് മെയിൻ പരിപാടി. ബിസിനസ് സ്യൂട്ട് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുക, നേരത്തെ പോവാം. ഓക്കെ, എന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് പോർട്ട്ഫോളിയോ, ഇത് വേണ്ട, ഇതിൽ തന്നെ കാണിച്ചുതരാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു, ബിസിനസ് പോർട്ട്ഫോളിയോ. ഈ ബിസിനസ് പോർട്ട്ഫോളിയോ എന്നാണ് ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസറ്റുകളെല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം. അതായത് ഒരു സ്റ്റോർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു കബോർഡ് എന്നൊക്കെ പറയാം. നമ്മുടെ സാധനങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. പേജസ്, നമുക്ക് ആക്സസ് ഉള്ള പേജസ്, നമുക്ക് ആക്സസ് ഉള്ള ആഡ് അക്കൗണ്ട്സ്. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ആഡ് അക്കൗണ്ടിൽ എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, എൻ്റെ മാക്സിമം നമ്പർ ഓഫ് ആഡ് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു പ്രൊഫൈലിന് എത്ര ആഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ വേറെ പഠന ആക്സസ് എടുത്താണ് നമ്മളുടെ ഓരോ ക്ലയൻസിൻ്റെ ആണിത്. ആക്സസ് എടുത്ത ആഡ് അക്കൗണ്ട്സ് ആണ് ഇത് ഓരോന്നും. പക്ഷേ എനിക്ക് എത്ര എണ്ണം ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അതായത് ആഡ് അക്കൗണ്ടിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പോൾ എക്സിസ്റ്റ് ആഡ് അക്കൗണ്ട് ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം ബിസിനസ്സിന് ഇപ്പോൾ പോവുക. ഇവിടെയാണ് കേട്ടോ ബിസിനസ് പോർട്ട്ഫോളിയോ നെയിം, പ്രൊഫൈൽ, പിക്ചർ ഇതൊക്കെ എഡിറ്റ് ചെയ്യുക. ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ലീഗൽ നെയിം ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്ത് ഈസിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ആഡ് അക്കൗണ്ട് ലിമിറ്റ്, ക്രിയേറ്റ് ലിമിറ്റ് ഈസ് 1. അപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈൽ ബിസിനസ് പോർട്ട്ഫോളിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്ത ആഡ് അക്കൗണ്ട് എത്രയാണ്? 1. ബാക്കിയൊക്കെ ഞാൻ ആക്സസ് എടുത്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ വയലോരോ മൗണ്ടിസ് എന്നൊക്കെ കാണിക്കുന്നത്. ആ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ, അതായത് ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ, അതായത് ഈ ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഡിസോൾവർ ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ്, ഇതിൻ്റെ അണ്ടറിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിന് ഡിസോൾവർ ലേണിംഗ് കൊടുത്തു എന്ന് വിചാരിക്കുക. അത് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ പേജസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡിസോൾവറിനെ പോലെ തന്നെ ഡിസോൾവർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം ഇവിടെ കണക്ട് അസറ്റ്സ് എന്നുണ്ടാവും. കണ്ടില്ലേ, കണക്ട് അസറ്റ്സ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളുടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള അസറ്റ് കാണിക്കും. ഇൻസ്റ്റാഗ്രാം കണക്റ്റഡ് ആണ്. അതേപോലെ നമ്മളൊരു പേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ അസറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ 2 ബിസിനസ് ആയില്ലേ. ആ 2 ബിസിനസ്സിനും ഒരു ആഡ് അക്കൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ 2 വേറെ ആഡ് അക്കൗണ്ടിൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനാകെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ലിമിറ്റ് ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പാർട്ണർ ആക്സസ് എന്ന് പറയുമ്പോൾ
ബിസോളർ ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ്. ബിസോളർ ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ആണ്. ഇതേപോലെ ഒരെണ്ണം എൻ്റെ ഒരു ക്ലയന്റ് ആൾക്കും വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടുന്ന് വരെ നമ്മൾ ഈ എല്ലാം കൂടി ഒരു സ്ഥലത്ത് നിന്ന് ആഡ്സ് റൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരെ നിന്ന് നമ്മൾ പാർട്ട്ണർ ആക്സസ് എടുക്കുന്നതിനാണ് എന്താ ഇവിടെ പോയി കഴിഞ്ഞാൽ ആഡ് കൊടുക്കും. അപ്പോൾ ഗീവ് എ പാർട്ട്ണർ ആക്സസ് ടു യുവർ അസറ്റ്. ഒരു പാർട്ട്ണർക്ക് നമ്മളുടെ അസറ്റ്സിന്റെ ആക്സസ് കൊടുക്കണം. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു ബിസിനസ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൊഫൈല്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫൈല്, അതായത് ബിസിനസ് ടു പ്രൊഫൈൽ. അർഷാദ് എന്ന് പറഞ്ഞ ആരാണ്? ഒരു പ്രൊഫൈലാണ്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായില്ലേ എന്നോട് ചോദിക്കാം, പക്ഷെ കമന്റിൽ അറിയിക്കാം. മനസ്സിലായി നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ കിട്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമല്ല. കാരണം നമ്മൾ പറഞ്ഞ എന്താ, ഫേസ്ബുക്ക് പ്രൊഫൈല്, പിന്നെ പേജ്, പിന്നെ മെറ്റാ ബിസിനസ് സൂട്ട്, പിന്നെ പോർട്ട്ഫോളിയോ. ഇവിടെ വരെ നമ്മൾ എത്തിയില്ലേ? ഇനി ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങോട്ട് കിടക്കാം? ബിസിനസ് പോർട്ട്ഫോളിയോ എന്തായിരുന്നു? ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആണോ അല്ലേ? നേരെ ഏതിലാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഏതിലാണ്? ഓക്കെ, ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നു. ആഡ് അക്കൗണ്ട് ഞാൻ ഇപ്പോൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇത് തൊട്ട് മുമ്പത്തെ ക്ലാസ് അത് പണിയും കിട്ടി. ഇനി ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത. അപ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് ഞാൻ അപ്പോൾ വിട്ടു, വേറെ ക്ലാസ് എടുത്തു. പക്ഷെ നമുക്ക് ലിമിറ്റ് ഉള്ളത് കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഏതൊക്കെയോ ക്ലയൻസിൻ്റെ, അതൊന്നും നമുക്ക് തോട്ടാൻ പറ്റില്ല, പ്രശ്നമാണ്. അപ്പൊ മനസ്സിലായില്ലേ ഇതിൽ കുറേ ചൊറകളുണ്ടെന്ന്? ഇത് നിങ്ങൾ നോക്കി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചായി, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഓക്കെ, ഏത് ഇപ്പോൾ എടുക്കുക? ഇതിൽ പറ്റുമോ? ഇതിലുമില്ല. ഞാൻ എല്ലാം കൂടി ലാസ്റ്റ് ഒരുമിച്ച് പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേ. ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, കാരണം കുറെ ചൊറകൾ വന്നു, ഒക്കെ ലിമിറ്റ് കഴിഞ്ഞുണ്ട്. ഇതിൽ പറ്റുമായിരിക്കും. യെസ്, ഇതിൽ പറ്റും. ആഡ് അക്കൗണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെ നമ്മളെങ്ങനെയാ വന്നത്? നമ്മൾ വന്നത് ആദ്യം പ്രൊഫൈല്, അതിനുശേഷം പേജ് ക്രിയേറ്റ് ചെയ്തു. പേജ് ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് സൂട്ടിലേക്ക് പോയി. ബിസിനസ് സൂട്ടിൽ നിന്ന് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തു. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തപ്പോൾ എവിടെ എത്തി? ബിസിനസ് പോർട്ട്ഫോളിയോ എത്തി. ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആഡ് അക്കൗണ്ട്, ആഡ് ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട്, ആഡ് അക്കൗണ്ട് നെയിം, ആഡ് അക്കൗണ്ട് നെയിം കൊടുക്കാം. എന്താ കൊടുക്കുക? മെറ്റ ആഡ്സ് ക്ലാസ്. ഇത് നിങ്ങളെ ബിസിനസ് നെയിം കൊടുത്തിട്ട് ആഡ് അക്കൗണ്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എവിടെയാണ് ആഡ്സ് റൺ ചെയ്യാൻ പോകുന്നത് അതിന്റെ ടൈം സോണാണ് കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഉള്ളതല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് UAE ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ UAE ടൈം സോൺ കൊടുക്കുക. ഇവിടെ നിന്നിട്ട് സൗദിത്തെ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ സൗദി ക്ലയന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്, സൗദിന്റെ ടൈം സോൺ കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെയാണ്. സോ കൊൽക്കത്ത ആയിരുന്നു ടൈം സോൺ വരിക, ഏഷ്യ കൊൽക്കത്ത. ടൈം സോൺ നോക്കുക, ശരി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ടൈം സോൺ കൊടുത്തു. കറൻസി INR കൊടുത്തു. ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി റീചെക്ക് ചെയ്യുക. നെക്സ്റ്റ് യൂസേജ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനാണോ നിങ്ങളുടെ ക്ലയന്റിന്റെ ബിസിനസ്സിനാണോ എന്നാണ് ഈ യൂസേജിന്റെ ചോദ്യം. എപ്പോഴും ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ കുറേ ചോറ വരും, അത് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ കണ്ടോ
ഈ പോർട്ട്ഫോളിയോയുടെ അടിയിൽ ഇതൊക്കെ ഏതോ കാലത്ത് എടുത്ത പേജാ. ഓക്കെ, ഈ പോർട്ട്ഫോളിയോന്റെ അടിയിൽ ഈ മെറ്റ ആഡ് ക്ലാസ് എന്നുള്ള ആഡ് അക്കൗണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. വൺസ് ആഡഡ് യു കാൻ റിമൂവ് ദ ആഡ് അക്കൗണ്ട് ഫ്രം ദ ബിസിനസ് പോർട്ട്ഫോളിയോ. ഈ ബിസിനസ് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ആഡ് അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് ഓൾറെഡി സെറ്റ് ആണ്, ആഡ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, നമുക്ക് വേണ്ടാത്ത അക്കൗണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കളയാൻ പറ്റുന്നില്ല. പോയ ക്ലയന്റിന്റെ അക്കൗണ്ട്സ് പോലും അതിൽ തന്നെ ഉണ്ടാവും. അതങ്ങനെ. അപ്പൊ അഗ്രി കൊടുത്തു. പേയ്മെന്റ് ഇൻഫോ ഒക്കെ പിന്നെ ആഡ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഡൺ. ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇത് പേജ് കണക്ടർ ആണോ? പേജ് കണക്ടർ അല്ല. ഓപ്പൺ ആഡ്സ് മാനേജർ എങ്ങനെ വന്നാൽ നോക്കിക്കോ ഒന്നുകൂടി. ഓപ്പൺ ആഡ്സ് മാനേജർ ഈ വഴി അല്ലാണ്ട് വേറെ വഴിയും വരാം, അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഓപ്പൺ ആഡ്സ് മാനേജർ അടിക്കുമ്പോൾ ആഡ്സ് മാനേജർ വരും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ആഡ്സ് മാനേജർ വരിക. ആഡ്സ് മാനേജർ വരും. അതിനുശേഷം ഇവിടെ ചോദിക്കും കുറച്ച് അക്കൗണ്ട് ഓവർവ്യൂ എന്നുള്ള ഓപ്ഷൻസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യുക. ഇപ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്തു. ഒരു ഫേസ്ബുക്ക് പേജ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോയിലായിരുന്നില്ലല്ലോ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ അണ്ടറിൽ ഒരു പേജും ഇല്ല. കണ്ടോ, ഞാൻ ഏതോ കാലത്ത് വെറുതെ തുടങ്ങിയൊരു ഇതാണ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ നമ്പർ വെരിഫൈ ചെയ്യുക. എങ്ങനെയാണ്? അക്കൗണ്ട് ഓവർവ്യൂവിൽ വരിക, ആദ്യം ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ജസ്റ്റ് കൺഫേം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജിന് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ വന്ന വഴിയിലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, പ്രൊഫൈല് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യും എന്തായാലും. അതിനുശേഷം മെറ്റാ ബിസിനസ് സ്യൂട്ടിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വന്ന വഴിയാണെങ്കിൽ ഇവിടെ കൺഫേം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അത് വെരിഫൈ ആവും. എന്നിട്ട് ക്യാമ്പയിൻസ്, ഈ ക്യാമ്പയിൻസിലാണ് ബാക്കി നമ്മുടെ പരിപാടികൾ, നമ്മൾ ആഡ്സ് റൺ ചെയ്യാൻ പോകുന്നത്. എന്ന് മുതൽ ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പഴയ ആഡ് അക്കൗണ്ടിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ നമ്മൾ വന്ന ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ആവാത്തതും അങ്ങനത്തെ ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്ത്, നമ്മുടെ പ്രൊഫൈലിൻ്റെ അടിയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. പേജിൻ്റെ അടിയിൽ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് പോയി. മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്ത് നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ അടിയിൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താ രണ്ട് പേജ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണക്ട് ആകുമ്പോൾ ആ സമയത്ത് തന്നെ എന്തുണ്ടാവും, ബിസിനസ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ആവും. അങ്ങനെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തപ്പോൾ പോർട്ട്ഫോളിയോ പോയി. പോർട്ട്ഫോളിയോന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇതാണ് നമ്മൾ ആഡ് അക്കൗണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഈസി അല്ലേ? ഇപ്പോൾ ഏകദേശം നിങ്ങൾ ഫസ്റ്റ് മുതലേ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഈസി ആയിരിക്കും. ഇനി ഈസി അല്ലെങ്കിൽ ഈസി ആയിരിക്കും. ആഡ്സ് മാനേജർ ഞാൻ ഓൾറെഡി നമുക്ക് ആഡ്സ് ഉള്ള നമ്മളുടെ ആഡ് അക്കൗണ്ടിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആക്സസ് ഉള്ള നമ്മളുടെ ആ പ്രൊഫൈലിന് ആക്സസ് ഉള്ള, അതായത് നമ്മുടെ പ്രൊഫൈലിൽ ഇഷ്ടം പോലെ ആഡ് അക്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ, ആഡ് അക്കൗണ്ടും കാര്യങ്ങളും കണ്ടില്ലേ, അതായത് ഓരോ ക്ലയൻസിൻ്റെയും നിങ്ങളുടെ എല്ലാം കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആക്സസ് ഉള്ള എല്ലാ ആഡ് അക്കൗണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇതാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഇല്ല, കഴിഞ്ഞു. ആഡ് ഫണ്ട്, ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയല്ല ഫണ്ട് ആഡ് ചെയ്യുക. ഇവിടെ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് എന്നുണ്ടോ, അതായത് ഇങ്ങനെ വരുമ്പോൾ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് സെറ്റ് ചെയ്യണം. ഞാൻ UPI വഴിയാണ് ചെയ്യാറ്. ഓക്കെ, ആഡ് ഫണ്ട് കൊടുക്കുക.
പേയ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ വരിക, ആഡ് ഫണ്ട് കൊടുക്കുക. എത്ര രൂപയാണോ വേണ്ടത്, 1000 രൂപയാണെങ്കിൽ 1000 രൂപ എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കുറേ വലിയ എമൗണ്ടൊക്കെ വരും, കാരണം അത്രയും സ്പെൻഡ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്നിട്ട് UPI കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ UPIയിലേക്ക് നേരെ പൊക്കോളും. ക്ലോസ്. ഇനി ക്യാമ്പയിൻസിലേക്ക് പോവുക. ക്യാമ്പയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റൺ ചെയ്തിട്ടുള്ള ആഡ്സൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ. പേയ്മെൻറ്റ് ഞാനിപ്പോൾ ഇതെല്ലാം ഓഫാക്കിയിട്ടിരിക്കുക. ഇതൊരെണ്ണം മാത്രമാണ് ആക്റ്റീവിലുള്ളത്. ആ ആക്റ്റീവിലുള്ളതാണെങ്കിൽ പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് പേയ്മെൻറ്റ് എറർ എന്ന് കാണിക്കുന്നുണ്ട്. ഇത് റിസൾട്ട്, അതായത് അമൗണ്ട് സ്പെൻഡ് 254 രൂപ. ഇത് 300 രൂപ ഇട്ടാണ് GST ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള അമൗണ്ട്. ഇത്രയും സ്പെൻഡ് ആയി കഴിഞ്ഞപ്പോൾ എത്ര 19 ലീഡ് വന്നു. 19 ലീഡ്, ഒരു ലീഡിന് വന്ന രൂപ, ഒരു ലീഡിന് 13 രൂപ വന്നു. എത്ര ഇംപ്രഷൻ, എത്ര ആളുകൾ, എത്ര റീച്ച് എന്ന് പറയുമ്പോൾ അവിടെ പോയി, റീച്ച് എന്ന് പറയുമ്പോൾ എത്ര ആളുകളിലേക്ക് പോയി. അതായത് റീച്ച് 3600 പേര് ഈ ആഡ് കണ്ടു. 3200 പേര് മൊത്തം ടോട്ടൽ എത്ര പ്രാവശ്യം കണ്ടു? 6497 പ്രാവശ്യം. അതായത് 6497 പ്രാവശ്യം ആയിട്ട് 648 പേരിലേക്ക് പോയി. ചിലപ്പോൾ ഇതിൽ തന്നെ 2 പ്രാവശ്യം ഈ ഒരു കൂട്ടത്തിൽ, അതായത് ഇത്രയും ആളുകളിൽ ചിലപ്പോൾ ചിലർക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ടാവും, ചിലർക്ക് 3 പ്രാവശ്യം പോയിട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 6497. ടോട്ടൽ മെസ്സേജസ് എത്ര വന്നു? 19 വന്നു. ഓക്കെ ആണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് CPR, കോസ്റ്റ് പെർ റിസൾട്ട്. CPR നോട്ട് ചെയ്തോളൂ വേണമെങ്കിൽ. CPR, കോസ്റ്റ് പെർ റിസൾട്ട്. CPR, കോസ്റ്റ് പെർ റിസൾട്ട്. അതൊക്കെ അല്ലേ? ഇനി ആഡ്സ് എങ്ങനെ റൺ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ലാസ്റ്റ് 30 ദിവസത്തെ റിസൾട്ടാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ മാക്സിമം മൊത്തത്തിലുള്ള റിസൾട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കും? ഇങ്ങനെ കാണിക്കും. മൊത്തത്തിലുള്ള റിസൾട്ട് എല്ലാ ക്യാമ്പയിൻ്റെയും കാണിക്കും. ഇനി ഇന്നത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നത്തെ നാട് കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആഡ്സ് ഒന്നും റൺ ചെയ്തില്ല, അതുകൊണ്ട് 0 ആയിരിക്കും. ടുഡേ 0. ഓക്കെ. ഇനി നമ്മളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? അർഷാദ് KPDYO ഉണ്ടായിരുന്നല്ലോ. അതിവിടെ നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആവും ഞാനിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ. തൽക്കാലം ഇതിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ആൻസർ തന്നെ ഇതിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത്. അത് പോട്ടെ. അതിൽ ഇതൊക്കെ കൂടി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാം. പോട്ടെ, ഒക്കെ പോട്ടെ. കൺഫേം ഇഫ് യു ഡിലീറ്റ് ദിസ് കമന്റ് യു വാണ്ട് ടു 32 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ ഡിലീറ്റ് ആവും. എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ? മൊത്തം പോട്ടെ. എൻ്റെതല്ല, ക്ലയൻറ്റിൻ്റെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തൊക്കെ പോട്ടെ. ഓക്കെ, ഇപ്പം പുതിയതായില്ലേ പുതിയ അക്കൗണ്ട്. നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ പോവാ. ഓക്കെ മക്കളെ, അതായത് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, പ്രൊമോഷൻ, സെയിൽസ്. നമുക്ക് ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അവയർനെസ്, ആളുകളിലേക്ക് ഇവിടെ നോക്കണേ, ഇവിടെ വാ. അതായത് ഗുഡ് ഫോർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടില്ലേ? ഗുഡ് ഫോർ മൗസ് ഇതാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഗുഡ് ഫോർ റീച്ചിന് വേണ്ടി യൂസ് ചെയ്യാം, ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ട്, വീഡിയോ വ്യൂസിന്. ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇതാണ് നിങ്ങൾക്ക് ആ ഒരു പരസ്യം കൊണ്ട് വേണ്ടതെങ്കിൽ അവയർനെസ് ക്യാമ്പയിൻസ് റൺ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്കാണ് വേണ്ടത്. ലാൻഡിംഗ് പേജിലേക്ക് നിങ്ങളുടെ ആഡ് കാണുന്ന സമയത്ത് അയാളെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് കൊണ്ടുപോകണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ വാട്സപ്പിലേക്കോ മെസ്സഞ്ചറിലേക്കോ കൊണ്ടുപോകണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇതവിടെ വായിക്കുക. സെൻഡ് പീപ്പിൾ ടു എ ഡെസ്റ്റിനേഷൻ സച്ച് ആസ് എ വെബ്സൈറ്റ്, ആപ്പ്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ, ഫേസ്ബുക്ക്, ഇവന്റ്.
അതാണ് അങ്ങനത്തെ നിങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ ട്രാഫിക്. ഇനി എൻഗേജ്മെന്റ്. നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജസ് വേണം, അല്ലെങ്കിൽ മെസ്സേജിന് വഴി പർച്ചേസ് വേണം, അല്ലെങ്കിൽ വീഡിയോ വ്യൂസ് വേണം, പോസ്റ്റ് എൻഗേജ്മെന്റ് വേണം, പേജ് ലൈക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എൻഗേജ്മെന്റ് ആണ്. ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ച് ഇത് ചൂസ് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുടെ മൊത്തം ഡീറ്റെയിൽസ് വേണം. എന്താണ് പേര്, എവിടെയാണ് സ്ഥലം, പിന്നെ അത് മാത്രമല്ല എത്ര അവർ പഠിച്ചു, അതൊക്കെ നമുക്ക് അങ്ങനത്തെ കസ്റ്റം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അതാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലീഡ്സ് സെലക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വിചാരിക്കാം. നിങ്ങൾ കുറേ അരികേൻ്റെ ആഡ്സ് കണ്ടിട്ടുണ്ടാവില്ല. അരികെ ആപ്സിലാണ് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത് അവരാന്ന് തോന്നുന്നു. കാരണം അത്രയും പരസ്യം വരും. ഇങ്ങനത്തെ അരികെ, പിന്നെ ആസ്ട്രോഡോളിക്സ് എന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞുള്ള ഒരു ടീം ഉണ്ടല്ലോ, അവരെ പരസ്യമൊക്കെ അതേപോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് പ്രൊമോഷൻ വഴിയായിരിക്കും. ഇനി നിങ്ങൾക്ക് സെയിൽസ്, അതായത് നിങ്ങൾ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ആണ്, ആ ഷോപ്പിഫൈയിൽ നിന്ന് എത്ര പേര് പർച്ചേസ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെയിൽസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിൽസ് ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യാം. ഇതിൽ കാറ്റലോഗൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. അപ്പോൾ നമ്മൾ വന്നത് ഒന്നും കൂടി പറയുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെങ്ങനെ വന്നേ? നമ്മൾ വന്നത് ആദ്യം ഫേസ്ബുക്ക് പോയി, ഫേസ്ബുക്കിലേക്ക് പോയി ലോഗിൻ ചെയ്തിട്ട് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്താണ് സീമോറിൽ പോവുക, ആഡ്സ് മാനേജർ ആക്കുക. ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ്സ് മാനേജർ ഇതുപോലെ വരും. അല്ല നമ്മൾ ആദ്യത്തെ പോലെ ആണെങ്കിൽ നിങ്ങൾ പ്രൊഫൈലല്ല, മെനു ക്ലിക്ക് ചെയ്യുക. മെനു ക്ലിക്ക് ചെയ്തിട്ട് പേജസിൽ പോവുക. പേജസിൽ പോയിട്ട് ഇവിടെ ബിസിനസ് സ്യൂട്ട് കണ്ടില്ലേ, ബിസിനസ് സ്യൂട്ട് പോവുക. നമ്മൾ ചെയ്ത വഴികളാട്ടോ ഈ പറഞ്ഞുകൊണ്ടത്. അത് ക്ലയൻറ്റ് തന്നെയാണ്. ആഡ്സ് മാനേജറിലേക്ക് പോവുക. എവിടെ പോയി? ബിസോൾവറിൽ വന്നു. ബിസോൾവറിൽ വന്നിട്ട് ഇത് ബിസിനസ് സ്യൂട്ട്. ഓക്കെ, മറന്നില്ലാന്ന് തോന്നുന്നു. സെറ്റിങ്സ് പോയി. സെറ്റിങ്സിൽ പോയതിന് ശേഷം നേരെ ആഡ് അക്കൗണ്ടിലേക്ക് വന്നു. ആഡ് അക്കൗണ്ട് വന്നിട്ട് ആഡ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ആഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആഡ് അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ. ഇതാണ് നമ്മൾ ശരിക്കും വന്ന വഴി. ഓക്കെ, ആ വന്ന വഴി കാണിച്ചു എന്നുള്ളൂ, ഇത്ര കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സീമോർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും. ഇതാണ് ആഡ്സ്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇതിലിപ്പോൾ ഇല്ല, കാരണം ഇതിൽ നമ്മളെല്ലാം കൊടുത്തതാണ്, അതുകൊണ്ടൊന്നുമില്ല. പിന്നെ ബില്ലിങ്ങിൽ പോവുക, പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. അതാണ് അടുത്ത പരിപാടി. അതും INR ആണോ SAR ആണോ എന്നൊക്കെ അവിടെ ചോദിക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം. ക്യാമ്പയിൻ ആഡ്സ് എന്നുള്ളത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു നമ്മൾ ആഡ്സ് റൺ ചെയ്യാൻ പോവാണ്. നമ്മൾ അവയർനെസ് ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവയർനെസ് ആദ്യം ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ എടുത്തിട്ട് ക്യാമ്പയിൻ നെയിം. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഓക്കെ, ക്യാമ്പയിന് നിങ്ങൾ എന്താണ്, അതായത് ഈ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കുറേ ക്യാമ്പയിൻസ് കണ്ടില്ലേ, അതുപോലെ കുറേ ക്യാമ്പയിൻസ് വരുമ്പോൾ അത് ഏത് ക്യാമ്പയിൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഞാൻ ആഡ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് കൊടുക്കും. അതിപ്പോൾ ക്ലയൻറ്റിൻ്റെ ആണെങ്കിൽ എൻ്റെ അല്ല, ക്ലയൻറ്റിൻ്റെ ആണെങ്കിൽ ഞാൻ കൊടുക്കുക BZ കൊടുക്കും. കാരണം ഞാൻ ചെയ്തതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിന് തന്നെ വേറെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആഡ്സ് ചെയ്യണ്ടാവും, BZ കൊടുക്കും. BZ കൊടുത്തിട്ട് എന്ത് ക്യാമ്പയിനാണ്, അവയർനെസ് ക്യാമ്പയിൻസ് അല്ലേ, അവയർനെസ് കൊടുത്തു. അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കും. ഇപ്പം കൊടുക്കുന്നില്ല, പഠിച്ചു പോവാം. ഡേറ്റും കൊടുക്കും 28/7/26. ഇത് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ഇതൊന്നും ആയിരിക്കില്ല. ഓക്കെ, ഞാൻ പക്ഷേ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഈ ഡേറ്റില്ല.
ലൈവ് വീഡിയോ ആഡ് സെറ്റിംഗ്സ് വേണ്ട. പിന്നെ ബൈയിങ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ, ബൈയിങ് അതായത് ഫസ്റ്റ് നെയിം കൊടുക്കുക കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വേറെ പരിപാടികളൊന്നുമില്ല, ആഡ് സെറ്റിലാണ് പരിപാടികളുള്ളത്. പക്ഷെ എന്നാലും പറഞ്ഞു പോവാം. ബൈയിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ബൈയിങ് ടൈപ്പ് ഉണ്ട്, ഓപ്ഷൻ, റിസർവേഷൻ. ഇവിടെ തന്നെ വായിച്ചാൽ, അതായത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ലേലം. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ റീൽസ് കണ്ടു കൊടുക്കുക, റീൽസ് കാണുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ ചില ആഡ്സ് കാണും. അപ്പോൾ ഈ ആഡ്സ് കാണുമ്പോൾ ആ ആഡിന് പകരം ചിലപ്പോൾ വേറെ, അതായത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആഡ് കണ്ടു എന്ന് വിചാരിച്ചോ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്യാമ്പയിൻസ് കുറേ ടീമുകൾ, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് വരിക. അങ്ങനെ ലേലത്തിൽ എന്താ പറയാ, ലേലം എന്ന് പറയാം അതിന്, റിയൽ ടൈം കോസ്റ്റ് എഫക്റ്റീവ്. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കും, റിസർവ് ചെയ്ത് വെക്കും. നമ്മൾ സിമ്പിളായി പറഞ്ഞത്, നിങ്ങൾ ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ KSRTC ബസ് നാളെ നിങ്ങൾക്ക് കോഴിക്കോട് പോകണം. കോഴിക്കോട് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നാളെ രാവിലെ അവിടെ പോയിട്ട് അവിടെ നിന്ന് നേരെ ബസ് കയറി എന്നിട്ട് കണ്ടക്ടർ വരുമ്പോൾ സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കുക, സീറ്റ് ഇല്ലെങ്കിൽ അവിടെ നിൽക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ എന്ത് ചെയ്യാണ്? റിസർവേഷൻ വെച്ചു. നിങ്ങൾ ഇന്ന് രാത്രി എന്ത് ചെയ്തു? ബസ് ബുക്ക് ചെയ്തു. ആ ഉള്ള സീറ്റുകളിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? അതേ സംഭവമാണ് ഓപ്ഷൻ ആൻഡ് റിസർവേഷൻ. ആഡ്സിലും ഇതന്നെ ബാധകം. നിങ്ങൾക്ക് ആഡ്സ് ഈ റിസർവേഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ആഡ്സ് എന്തായാലും നിങ്ങളെ പോയിരിക്കും. പക്ഷേ ഓപ്ഷനിൽ നിങ്ങളെക്കാൾ ഹൈ ബിഡിങ്ങുള്ള ടീം, നിങ്ങളിപ്പോൾ 300 രൂപ ഡെയിലി ബഡ്ജറ്റ് ഇട്ടുള്ളതെങ്കിൽ ചിലർ 1000 ഇട്ടുണ്ടെങ്കിൽ അവർ ആഡ്സ് ആയിരിക്കും കൂടുതൽ റൺ ചെയ്യാം. ഓക്കെ, അതാണ്. അതായത് ലേലം, റിസർവ്, ബുക്കിംഗ്. ഓക്കെ, റിയൽ ടൈമിലുള്ള കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ, അതായത് KSRTC ബസ് പോവുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ബസ് പോകുന്ന സമയത്ത് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ സീറ്റ് കിട്ടും, സീറ്റ് ഇല്ലെങ്കിൽ സീറ്റ് കിട്ടൂല, അത്രേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. പക്ഷെ ഇവരുടെ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. വലിയൊരു എമൗണ്ട് എന്ന് വെച്ചാൽ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും ഇതിന് സ്പെൻഡ് ആവുക. എപ്പോഴും ഓൾവേസ് ഞാനെപ്പം ഓപ്ഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും വലിയ ക്ലയൻസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഈ മറ്റേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ലുലു അങ്ങനത്തെ ടീമൊക്കെ ആണെങ്കിൽ നമുക്ക് റിസർവേഷൻ ഉണ്ടാകും. വലിയ വലിയ ടീമുകൾക്ക് നമുക്ക് റിസർവേഷൻ ഉണ്ടാകും. പക്ഷേ നോർമലായിട്ടുള്ള ചെറിയ ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ ഓപ്ഷൻ മതി. ഓപ്ഷനിൽ തന്നെ റിസൾട്ട് ഉണ്ടാക്കി വയ്ക്കാനുള്ള ഇഷ്ടംപോലെ വഴികളുണ്ട്. അതായത് നല്ല രീതിയിലൊരു ആഡ്സ് ചെയ്യാൻ പഠിച്ച ആളാണെങ്കിൽ കുറച്ച് സൈക്കോളജി ഒക്കെ അറിയുന്ന, സൈക്കോളജി നമ്മളുടെ ആഡ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച്, ഞാൻ എപ്പോഴും പറയുന്നത്, കുറച്ച് സൈക്കോളജി അറിയണം. കാരണം ആരാണ് നമ്മളെ ഓഡിയൻസ്, അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുക, അവർക്ക് ഏത് രീതിയിലുള്ള പരസ്യം കാണിച്ചാലാണ് വർക്കൗട്ട് ആവുക, ഇതൊക്കെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിന് റിസർവേഷൻ ഒന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സംഭവമൊക്കെ മനസ്സിലാക്കി ആഡ്സ് ഇതാക്കി കഴിഞ്ഞാൽ എന്തായിക്കോളും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ്, നിങ്ങൾക്ക് എന്താണ് AI സപ്പോർട്ട് ചെയ്യും. ആഡ് സെറ്റും കാര്യങ്ങളൊന്നും അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത ഓഡിയൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ അതിനേക്കാളും വേറെ ഓഡിയൻസ് ഒക്കെ ആരെന്ത് ചെയ്യും, മെറ്റ കാണിക്കും. പക്ഷെ ഇതിൽ വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അറിവൊന്നും വേണ്ട ഈ അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിന് ആഡ്സ് റൺ ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യണം, ഇത് ഓഫാക്കി തന്നെ ഇരിക്കണം. അല്ല, നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ഓഡിയൻസ് എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഇത് ഓണാക്കി ഇട്ടിട്ട് ഏതെങ്കിലും ജസ്റ്റ് ഒരു ഇത് ഓണാക്കി ഇട്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ആഡ് സെറ്റിൽ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഈ ആഡിൽ ക്യാപ്ഷൻ കൊടുക്കൂലേ, ആ ക്യാപ്ഷന്റെ കീവേഡിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തോളും, മെറ്റ കാണിച്ചോളും ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇതാക്കിക്കോളും. പക്ഷെ ഞാനത് ചെയ്യാറില്ല, കാരണം ആ റിസൾട്ടിനെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. എനിക്ക് ലീഡ്സ് തോനെ ലീഡ്സ് വരും, പക്ഷെ വരുന്ന ലീഡ്സ് ക്വാളിറ്റി ഉണ്ടാവില്ല, അങ്ങനെ വെറുതെ പൈസ പോകും. അപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ലീഡ്സ് മാത്രം മതി. ഇതൊക്കെ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഈ വീഡിയോ ഒക്കെ, എൻ്റെ വീഡിയോ തന്നെ അല്ല, യൂട്യൂബിൽ വീഡിയോയോ അല്ലെങ്കിൽ സ്വന്തം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ വേറെ ഒന്നും ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് ഈ നെയിം കൊടുത്തു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ, നെയിം കൊടുത്തു, പോട്ടെ. AB ടെസ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. AB ടെസ്റ്റ് അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്താ പറയുക, കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നെക്സ്റ്റ് കൊടുക്കുക.
നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആഡ് സെറ്റ് ഒക്കെ അതൊക്കെ നെയിം നിങ്ങളുടെ ഇതിനനുസരിച്ച് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. അയ്യോ, Ctrl+C Ctrl+V. ഓക്കെ, പെർഫോമൻസ് സ്കോർ എന്ന് പറയുമ്പോൾ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്. മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ, അതായത് ഇവിടെ മെനി പീപ്പിളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇവിടെ മെനി ടൈം, അതായത് ഇപ്പൊ ഒരാൾക്ക് തന്നെ 2-3 പ്രാവശ്യം ആഡ് കാണിക്കും. അതിനാണ് മാക്സിമം നമ്പർ ഓഫ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റീച്ച് മതി, അത് മതി. നെക്സ്റ്റ് ഫേസ്ബുക്ക് പേജ്. ഈ ഫേസ്ബുക്ക് പേജ് ചിലപ്പോൾ ഇതന്നെ ആയിരിക്കണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പോർട്ട്ഫോളിയോന്റെ അടിയിൽ കുറെ നമ്മുടെ ക്ലയൻസിന്റെ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചിലപ്പം വേറെ ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഉറപ്പ് വരുത്തുക ഇതന്നെയാണോ പേജ് എന്നുള്ളത്. ബാക്കി ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഫ്രീക്വന്റ്ലി, അതായത് ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് യു വാണ്ട് പീപ്പിൾ സീ. ഒരാൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ആഡ് കാണിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, ഒരാൾക്ക് മാക്സിമം 7 ദിവസത്തിൽ മാക്സിമം 2 പ്രാവശ്യം കാണിച്ചാൽ മതി എന്നുള്ളത്. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 3 പ്രാവശ്യം കാണിക്കാം, 2 പ്രാവശ്യം കാണിക്കാം. അത് ഓക്കെ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് ഗോൾ കൊടുക്കുക, ഫേസ്ബുക്ക് പേജ് കൊടുക്കുക, ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. റൂൾസ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, കാരണം ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ബഡ്ജറ്റാ. ഇവിടെ എത്ര ഉള്ളൂ കേട്ടോ. ക്യാമ്പയിനിൽ നെയിം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. എബി ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞത്. അതായത് ആ ഒരു വേ മനസ്സിലാക്കാണ്ട് കുറെ പേര് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ വേ ഇല്ലേ, അതായത് പേജ് ബിസിനസ് റൂട്ട് എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ഞാൻ കുറെ അതിന്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാം കണക്ട് ആയില്ല എന്നൊക്കെ പറഞ്ഞു ഇതാക്കിയപ്പോൾ തന്നെ കുറെ പേർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കഷ്ടപ്പാടാണ് എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവാം. അപ്പൊ തന്നെ കുറെ പേര് ഇറങ്ങിപ്പോയിണ്ടാവും. ഐ ഡോണ്ട് നോ, നമുക്ക് ഇപ്പൊ ഇത് പറഞ്ഞു പോവാം. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇപ്പൊ പറഞ്ഞു പോവാം, ഇമ്പോർട്ടന്റ് അല്ലാത്തത്, അതായത് ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് പിന്നെ പറയാം. ഇവിടെ ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾ. ഇവിടെ നോക്കുക, ഇനി നമ്മൾ ഒരാഡിന് എത്ര രൂപ ബഡ്ജറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഡെയിലി ബഡ്ജറ്റ്, ലൈഫ് ടൈം ബഡ്ജറ്റ്. ഡെയിലി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഈ ആഡിന് ഡെയിലി നമുക്ക് 200 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും. 200 രൂപയ്ക്ക് ആഡ് എന്തായിക്കോട്ടെ പൊക്കോട്ടെ. അങ്ങനെ നമുക്ക് മിനിമം സെറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിന് താഴേക്ക് പോകാൻ പറ്റില്ല. യെസ്, മിനിമം 100. ഇപ്പോൾ 95 കൊടുത്താൽ പറ്റില്ല അല്ലേ? 97.9 ഡോളറിന് അനുസരിച്ചാട്ടോ 100 രൂപ കൊടുത്തു. അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ 100 രൂപ മതിയാവും. കാരണം ആളുകളിലേക്ക് കാണിക്കാൻ ഇല്ല കേട്ടോ, അങ്ങനെയല്ല. അത് നിങ്ങളുടെ ക്ലയന്റിനനുസരിച്ചാണ്. ക്ലയന്റിനും അവരുടെ ഓഡിയൻസിനും അവരെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അത്. നമ്മൾ സാധാരണ നോർമലായിട്ട് എന്റെയൊക്കെയാണ് ഞാൻ പറഞ്ഞുള്ളത് 100 രൂപ മതിയെന്ന്. അത് ഓരോ ക്ലയന്റിനനുസരിച്ചാണ്. വലിയ ക്ലയന്റ് ആണെങ്കിൽ കൂട്ടിയിട്ടോ, ക്ലയന്റ് അത്ര ആളുകളിലേക്ക് എത്തും, അത്ര ഇതുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതിന് 100 രൂപ ഇട്ടുള്ളൂ. നമ്മളുടെ ഓഡിയൻസിന് 100 രൂപ മതി. കാരണം റീച്ചാണ്. ഈ റീച്ചിന് തന്നെ ചിലപ്പം ഇത്രയും ആളുകളിലേക്ക് എസ്റ്റിമേഷൻ ആണ്, ഇത്രയൊന്നും എത്തൂല. ഇത് മൊത്തത്തിലുള്ള എസ്റ്റിമേഷൻ ആണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഓഡിയൻസിനൊന്നും സെറ്റ് ചെയ്തില്ല. കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. അതായത് 100 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷം ആളുകളിലേക്കൊക്കെ അവയർനെസ് ക്യാമ്പയിൻസ് പോകും. പക്ഷെ നിങ്ങൾക്ക് ലീഡ്സും മെസ്സേജൊക്കെ ആണ് വേണ്ടെങ്കിൽ അത്ര ആളുകളിലേക്കൊന്നും എത്തൂല. ചിലപ്പം 100 രൂപയ്ക്ക് എത്ര മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1000 പേരിലേക്ക് എത്തുമായിരിക്കും. അതും ഓഡിയൻസിനനുസരിച്ചാണ്. ഈ ബജറ്റും ആ ഓഡിയൻസും അല്ലെങ്കിൽ അമൗണ്ടും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ചാണ്. ക്രിയേറ്റീവും ഇതൊക്കെ ഓഡിയൻസിന് അനുസരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മാത്രമല്ല, ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് നമ്മുടെ വീഡിയോസിലും പറഞ്ഞുള്ള ഒരു കാര്യം കൂടിയാണ് സൈക്കോളജി ഇസ് ഇമ്പോർട്ടൻറ്റ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. അവരെങ്ങനെ ചിന്തിക്കും, അവർക്ക് എന്താ ഇഷ്ടാവുക, അത് പഠിക്കുക, അത്രേ ഉള്ളൂ. അതാണ് സൈക്കോളജി. അവരെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിയൻസ്. ഇപ്പൊ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറിന്റെ ഓഡിയൻസ് ആരായിരിക്കും? കൂടുതലും സ്ത്രീകളായിരിക്കും. അപ്പൊ സ്ത്രീകൾക്ക് എന്താ ഇഷ്ടാവുക, സ്ത്രീകൾക്ക് എങ്ങനത്തെ ഇതാണ് ഇഷ്ടാവുക. ഓക്കെ, ഈ സ്ത്രീകളിൽ തന്നെ ആരായിരിക്കും ജ്വല്ലറി എടുക്കുക? കാരണം കുറെ ടൈപ്പ് ഓഫ് സ്ത്രീകൾ മീൻസ് അങ്ങനെയല്ല ഉദ്ദേശം. അതായത് വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും,
ഇപ്പൊ ഗോൾഡേ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഗോൾഡ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ആ കാറ്റഗറിയാണ് കേട്ടോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ബഡ്ജറ്റ് 100 രൂപ കൊടുത്തു. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും ഉണ്ട്, എൻഡ് ഡേറ്റും ഉണ്ട്. ഓക്കെ, പക്ഷേ ഡെയിലി ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ ഇവിടെ നിർബന്ധമായിട്ടും ലൈഫ് ടൈം ബഡ്ജറ്റിൽ അതുണ്ടാവും. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം ബഡ്ജറ്റ് പറഞ്ഞുതരാം. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ, അത് ജസ്റ്റ് നമുക്ക് കസ്റ്റം ചെയ്യാം കേട്ടോ. ഈ ഡേറ്റ് മുതൽ, അതായത് ഇന്ന ഒരു സ്പെസിഫിക് ഡേറ്റ് വരെ ഈ ആഡ് റൺ ചെയ്യും. ആ ആഡിന് ആ ഒരു ഡേറ്റ് വരെ റൺ ചെയ്യാൻ വേണ്ടി മൊത്തം എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഒരു മാസത്തിന് വേണ്ടിയിട്ട് 14,000 രൂപ, മൊത്തം എത്ര രൂപ എന്നുള്ളതാണ് ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഡെയിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ആ ഒരു ആഡിന് നമുക്ക് 200 രൂപ സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് നമ്മൾ പറയുന്നതാണ്. ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ ആഡ്സ് നമ്മൾ ഒരു സ്റ്റാർട്ട് ഡേറ്റും വെക്കും, എൻഡ് ഡേറ്റും വെക്കും. ഇന്ന് ഈ ആഡ്സ് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന ഡേ ആകുമ്പോഴേക്കും, അതായത് അടുത്ത മാസം 28-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ആവും, ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. മറ്റേത് നമ്മൾ ഓഫ് ആക്കണം, മാനുവലി ഓഫ് ആക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പക്ഷെ ആ ഓഫ് ആവുന്ന വരെ എത്ര രൂപയ്ക്ക് സ്പെൻഡ് ആവുന്നതാണ് ലൈഫ് ടൈം ബഡ്ജറ്റ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, പ്ലീസ് നിങ്ങൾ അറിയിച്ചാലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കുറെ ഓവർ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ഓവർ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് പറഞ്ഞു പോയാൽ മതി. എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ബഡ്ജറ്റ് സ്കെഡ്യൂളിംഗ്, ആഡ്സ് സ്കെഡ്യൂളിംഗ്, റൺ ആഡ്സ് ഓൺ സ്കെഡ്യൂൾ. അതായത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഈ ദിവസം ഈ ടൈം വരെ റൺ ചെയ്താൽ മതി. ഓക്കെ, ഇത് ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേ ഒരു 9 AM മുതൽ 9 PM വരെ മാത്രം റൺ ചെയ്താൽ മതി. ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ, ആഡ് സ്കെഡ്യൂൾ. നമുക്കത് സെറ്റ് ചെയ്യാം. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഓട്ടോമാറ്റിക്. ആളുകൾ കാണേണ്ടത് മാത്രമേ പൈസ പോകുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ പോയി എന്ത് ചെയ്തു ആഡ്സ് റൺ ചെയ്തു അതുകൊണ്ട് പൈസ പോകുന്നല്ല. ആളുകൾ കാണുമ്പോൾ ഇംപ്രഷനാണ് പൈസ പോവുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് റൺ ആഡ്സ് ഓൺ സ്കെഡ്യൂൾ ഒഴിവാക്കാം. നെക്സ്റ്റ് ബഡ്ജറ്റ് എത്ര, ഇതിലും ഇത് ക്ലിയർ ആയിരിക്കും, കാരണം അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഡെയിലി ബഡ്ജറ്റ്, ലൈഫ് ടൈം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ നെയിം കൊടുത്തു, മാക്സിമം പെർഫോമൻസിൻ്റെ ഗോൾ കൊടുത്തു, ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തു, ഒരാൾക്ക് ഒരു വീക്കിൽ എത്ര പ്രാവശ്യം മാക്സിമം എത്ര പ്രാവശ്യം പോകണം എന്ന് സെറ്റ് ചെയ്തു, പിന്നെ ബഡ്ജറ്റ് കൊടുത്തു. ഇനി അടുത്ത ഓഡിയൻസ് ലൊക്കേഷൻ. നിങ്ങൾ ഓഡിയൻസ് സേവ് ചെയ്തൊക്കെ വയ്ക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ. ലൊക്കേഷൻ ഏത് ഭാഗത്തുനിന്ന് എവിടെയാണ് ആഡ്സ് റൺ ചെയ്യേണ്ടത്. ഇന്ത്യ ഓൾറെഡി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് റൺ ചെയ്യണോ? വേണ്ട. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അടുത്താണ്. എൻ്റെ റെസ്റ്റോറൻറ്റ് എവിടെ വരുന്നത്? സുൽത്താൻ ബത്തേരി ടൗണിലാണ് വരുന്നത്. സുൽത്താൻ ബത്തേരി ടൗണിലാണ് വരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു 2 കിലോമീറ്റർ ഒരു കുറച്ച് കൂട്ടി വരിക, ഒരു 6 കിലോമീറ്റർ. ഓക്കെ, ഈ ഒരു 6 കിലോ, അതും വേണ്ട, കുറച്ചുകൂടി കൂട്ടെ, 13 കിലോമീറ്റർ. ഈ 13 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഈ ആഡ്സ് ഉണ്ടാവും. അതല്ല, കേരളം മൊത്തമാണെങ്കിൽ നമുക്ക് കേരളം സെലക്ട് ചെയ്യാം. കേരളം ഇടുക, കേരളം കൊടുത്തു കഴിഞ്ഞാൽ കേരളം. അപ്പോൾ കേരളം മൊത്തം റണ്ണാവും, ആഡ്സ് റണ്ണാവും. ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? സുൽത്താൻ ബത്തേരിയാണ് കൊടുത്താൽ ആ ലൊക്കേഷനിൽ മാത്രം. നിങ്ങളുടെ ബിസിനസ് എവിടെയാണോ, നിങ്ങളുടെ ഓഡിയൻസ് എവിടെയാണോ, അതിനനുസരിച്ചാണ് സാധനം കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൊത്തം റണ്ണാവും. ഇനി ഇവിടെ വായിച്ചേ, റീച്ച് മോർ പീപ്പിൾ ലൈക്ക് ടു റെസ്പോണ്ട് യുവർ വി വിൽ ഓൾസോ ഷോ ആഡ്സ് ടു പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ സെലക്ടഡ് സിറ്റി. അതായത് ഇപ്പോൾ ടൂറിസ്റ്റുകളില്ലേ, ഈ ടൂറിസ്റ്റുകൾ വരുന്നതിന് മുമ്പ് ലൊക്കേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ അവര് ഇങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരെയും എന്ത് ചെയ്യും, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഹോട്ടൽസ് അല്ലെങ്കിൽ ടാക്സിക്കാർ, അവർക്കൊക്കെ നല്ലതാണ് ഈ ഇതേപോലെ റീച്ച് മോർ എന്നുള്ള
ഓക്കെ, ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ആക്റ്റീവ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കൊക്കെ ഈ ആഡ്സ് കാണിക്കാനാണ് റീച്ച് മോർ പീപ്പിൾ ലൈക്സ് ടു റെസ്പോണ്ട്. അതല്ല, ഇവിടെ ഉള്ള ആൾക്കാർ കണ്ടാൽ മതിയെങ്കിൽ ഒറ്റ കാര്യം ചെയ്തായി നിങ്ങൾ കണ്ടു ചെയ്തായി, സിമ്പിൾ. അപ്പോൾ ഓക്കെ, ഇത്രയും ആൾക്കാർ ഈ ഒരു കേരള എന്ന സിറ്റി നമ്മളെ എസ്റ്റിമേഷൻ ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഇനി ഇത്ര ആൾക്കാർ എസ്റ്റിമേഷനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ്. ഓക്കെ, ഇനി അതും കുറയും. അത് കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഓഡിയൻസ് മിനിമം ഏജ് ഒക്കെ കുറയ്ക്കാൻ പോവാ. ഒരു 20 മുതൽ മതി, കുറഞ്ഞില്ലേ? നമുക്ക് വാട്സപ്പില് സ്റ്റാറ്റസിൽ വാട്സപ്പിൽ ഏജ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഏജ് അറിയാതെ ആളുകളെ വാട്സപ്പിൽ ഏജ് ഇല്ലല്ലോ, സോ അവരെയും കൂടി ടാർഗറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, ഞാൻ ഒരു മൊബൈൽ ടെക്നീഷ്യൻ്റെ കോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഏജ് ഒക്കെ കറക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വെറുതെ പൈസ പോലെ. അഡ്വാൻറ്റേജ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് അഡ്വാൻറ്റേജ് പ്ലസ് ക്യാമ്പയിൻസ് പറഞ്ഞ പോലെ എന്ത് ചെയ്തോളും, ടാർഗറ്റ് ചെയ്തോളും. അത് വിടുക. അതിന് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴേ സ്വിച്ച് ഓഡിയൻസ് ടു, നിങ്ങൾ ഓഡിയൻസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ എന്നുണ്ടാവും. ഇതൊന്ന് വായിക്കാം. ഇവിടെ കണ്ടോ, അഡ്വാൻറ്റേജ് പ്ലസ് ഓൺ. ഇത് നമ്മളിപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് കൊടുത്തു, പക്ഷെ ആ ടാർഗറ്റ് ഓഡിയൻസ് അല്ലാണ്ട് കുറച്ചുകൂടി ആളുകളിലേക്ക് മെറ്റയ്ക്ക് തോന്നുകയാണ് അത് അവരും നമ്മളെ ഓഡിയൻസ് ആണ് തോന്നുക, അങ്ങനെ യൂസ് ചെയ്യണമെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ. ഫർദർ ലിമിറ്റ് ദ റീച്ച് ഓഫ് യുവർ ആഡ്സ്, ഓൺലി യൂസ് ഓഡിയൻസ് കൺട്രോൾസ് വെൻ സം പീപ്പിൾ ഷുഡൻറ്റ് സീ യുവർ ആഡ്സ്, ഫോർ എക്സാമ്പിൾ ബിക്കോസ് ഓഫ് ലീഗൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെയാണോ സെറ്റ് ചെയ്ത ആ ഓഡിയൻസിലേക്ക് മാത്രം എന്താവുള്ളൂ പോവുള്ളൂ. കണ്ടിന്യൂ. ഇവിടെ മാറുമെന്ന് നോക്കി പോണേ, അറിയില്ലേ? ഓക്കെ, ഇനി താഴെ വരിക. ഇപ്പോൾ മാറ്റി തരാം. 65 എന്നുള്ളത് നമുക്ക് എത്ര എടുക്കാം? ഇപ്പോൾ കോഴ്സസ് ഒക്കെ ആണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ 35 വരെയുള്ള ഓഡിയൻസ് ഒന്നും വേണ്ട. 35 വേണ്ട, 35 ആരും പഠിക്കാൻ പോവുക, കുറവായിരിക്കും. ഒരു 28, 18 കൊടുക്കാം. 18 മുതൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. കണ്ടില്ല, ഓഡിയൻസ് മാറിയില്ലേ? ഇനിയും മാറും. മൊബൈൽ ടെക്നീഷ്യൻ ഒക്കെ ആണെങ്കിൽ മെൻസ് ആണുങ്ങളെ പഠിക്കുള്ളൂ. മാറിയില്ലേ? അത് നിങ്ങളൊരു ബ്യൂട്ടീക്കൊക്കെ നടത്തുകയാണ്. കേരളത്തിൽ മൊത്തം ഉണ്ടെങ്കിൽ ലേഡീസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, എല്ലാവരും ഇടാം. ഇനിയാണ് മെയിൻ പാർട്ട്, ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ്. അതായത് ഇൻട്രസ്റ്റ്, ഡെമോഗ്രഫി, ബിഹേവിയർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണെങ്കിൽ ഇൻട്രസ്റ്റ്, ഡെമോഗ്രഫി, ബിഹേവിയർ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ബിസിനസ് ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ തുടങ്ങിയിട്ടില്ല, ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബിസിനസ് എൻ്റെ ഇൻട്രസ്റ്റ് എന്നാണ്, ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അതാണ് എൻ്റെ താല്പര്യമുള്ള ആൾക്കാർ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം, അതായത് നിങ്ങളുടെ ഓഡിയൻസിനെയാണ് കേട്ടോ ഈ പറയണേ. ഇപ്പോ എന്താ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ ബിസിനസ് ആണ് നിങ്ങളുടെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ് ഈ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. അതുപോട്ടെ. അതല്ലാണ്ട് ഇനി എന്താണ്, ഓണറിന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓണർ കൊടുക്കുന്ന സമയത്ത് ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഡെമോഗ്രഫിയാണ്. ഡെമോഗ്രഫിക് അതായത് നമ്മുടെ പ്രൊഫഷൻ, വർക്ക് സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് ഡെമോഗ്രഫിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇത്ര 18 വയസ്സുള്ള അച്ഛന്മാരെ, 18 വയസ്സുള്ള അച്ഛന്മാരല്ല, 18 വയസ്സ് പ്രായമുള്ള മക്കളുടെ അച്ഛന്മാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു തരത്തിൽ ഡെമോഗ്രഫിക്കാണ്. പാരൻസിനെ ഫോക്കസ് ചെയ്യണം. പാരൻസ് വിത്ത് അഡൽട്ട് ചിൽഡ്രൻ, 16 മുതൽ 28 വയസ്സുള്ള അച്ഛന്മാരെ അമ്മമാരെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ താഴേക്ക് വരിക. ഈ നമ്മൾ ചെറിയ പ്രീ സ്കൂളിലെ പിള്ളേർ, അതായത് നിങ്ങൾ ചെറിയ നഴ്സറി നടത്തുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. പാരൻസ് വിത്ത് പ്രീ
സ്കൂളേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ളത്. ഇനി നിങ്ങളുടെ ഓഡിയൻസ് മാറി. ഇനി വേറെ എന്താ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ആക്റ്റീവ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷോപ്പിഫൈൻ്റെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം അടിക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരെണ്ണം കൊടുത്തതിനാൽ ബാക്കി ഇങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സാധനങ്ങൾ വന്നോളൂ. പിന്നെ അതങ്ങനെ ക്ലിക്ക് ചെയ്തേക്കാം. ആവശ്യമുള്ളത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ബ്രൗസ് എന്നുള്ളത് കണ്ടോ, ഡെമോഗ്രഫി, ഇൻട്രസ്റ്റ്, ബിഹേവിയർ. ഡെമോഗ്രഫി എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പാരന്റ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറിക്കുന്ന ആൾക്കാർ, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് മാറിക്കുന്നത്, അതായത് അബ്രോഡ് പോയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ഫ്രണ്ട്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ഓഫ് മെൻ വിത്ത് എ ബർത്ത്ഡേ ഇൻ 7 days. അതായത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഒരു 7 ദിവസം കഴിഞ്ഞാൽ. നിങ്ങൾ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ആണെങ്കിൽ ഈ രീതിയിലുള്ള ഓഡിയൻസിനൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഇത് കുറച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞ സൈക്കോളജി. നിങ്ങൾ എന്ത് ചെയ്യണം, സൈക്കോളജിസ്റ്റ് ആവണം. ഈ മെറ്റാഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ആരായിരിക്കും നമ്മുടെ ഓഡിയൻസ്, നമ്മൾ ആരെ വേണം ഫോക്കസ് ചെയ്യാൻ. അതിങ്ങനെ ഓരോന്നെടുത്ത് നോക്കുക. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഐഡിയ വരും. പാരൻസ്, ഓക്കെ, നമ്മളിപ്പോൾ കോഴ്സ് സെല്ലിങ് പോകുന്ന സമയത്ത് പാരൻസിനൊന്നും ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്തൂടെ. അതായത് അവർക്ക് വേണ്ടിയുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഉണ്ടാക്കുക. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ +2 കൂട്ടി നിൽക്കുകയാണോ, നിങ്ങൾക്ക് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിന് ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആഡ്സ് ഉണ്ടാക്കാം. അതായിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാം. നല്ല ഓപ്ഷനാണ്. ഇനി ഇവിടെ കസ്റ്റം ഓഡിയൻസ് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാകും, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഡെമോഗ്രഫി ഡീറ്റെയിൽ ടാർഗറ്റിങ്ങിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഡെമോഗ്രഫി ഇവിടെ ബ്രൗസിലുണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചോദിച്ചാൽ മതി, കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. അപ്പോൾ പറഞ്ഞു വന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. ഓക്കെ, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുക്കുക. ആ ഡീറ്റെയിൽ നാരോ ഓഡിയൻസിന് നാരോ ചെയ്യുക. അതായത് ഈ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മസ്റ്റ് ഓൾസോ മാച്ച്. ഓക്കെ, നാരോ ആണെങ്കിൽ നാരോ ചെയ്യുക, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ അവർ ഇത് കൊടുത്താൽ ലാംഗ്വേജ് മലയാളം സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം മതി. കേരളത്തിൽ ബംഗാളികളും അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവരും ഉണ്ടാവുമല്ലോ. മലയാളം മാത്രം മതിയെങ്കിലും മലയാളം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊന്നും വേണ്ട, മലയാളം മാത്രം മതി. മലയാളം AB ടെസ്റ്റ് പറയാം നമുക്ക് നെക്സ്റ്റ്. അതൊക്കെ പിന്നെ അതൊന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് എന്താ, ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റാ. ഓക്കെ, പെർഫോമൻസ് ഗോൾ വരാൻ ഇമ്പോർട്ടൻ്റാ. പിന്നെന്താ ഇമ്പോർട്ടൻറ്റ്, ഫേസ്ബുക്ക് പേജ് ഇമ്പോർട്ടൻ്റാ. ഫ്രീക്വൻസി കൺട്രോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ. ബഡ്ജറ്റ് ആൻഡ് സ്കെഡ്യൂൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ഓഡിയൻസ് ഇത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റാ. ഓക്കെ, ഇത്ര കൊടുക്കുക. അതിന് ശേഷമുള്ളതാണ് ഇവിടെ പ്ലേസ്മെന്റ്. എവിടെ നിങ്ങൾ ആൻസർ എണ്ണയാണെന്നുള്ള അക്കൗണ്ട് എക്സ്ക്ലൂഡ് പ്ലേസ്മെന്റ് കാണിച്ചാൽ എന്താണ് മൈ ബിസിനസ് ക്യാൻ ഓൺലി. ഈ അഡ്വർടൈസ് നെറ്റ്വർക്ക്സ് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗെയിമൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സൈറ്റിലൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പരസ്യം വരില്ലേ, അങ്ങനെ വേറെ ഏതെങ്കിലും സൈറ്റിൽ കാണിക്കണമെന്നാ? അത് വേണ്ട. ഓഡിയൻസിന് അതും വേണ്ട. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ, അതായത് നമ്മൾ വണ്ടി അല്ലെങ്കിൽ വീട്, ഈ OLX പോലെയുള്ള മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അവിടെ കാണിക്കണം വേണ്ട. എന്തിനാ, അവിടെ ആരും ശ്രദ്ധിക്കില്ല. ഞാനൊന്നും ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് അതിൽ ഒച്ച പോലും ഉണ്ടാവാറില്ല. ഈ ഒഫൻസോ എന്നൊക്കെ പറഞ്ഞുള്ള, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒഫൻസോന്റെ ആഡ്സ് ഇഷ്ടം പോലെ വരും. പക്ഷെ ആ ആഡ്സിൽ ആള് സംസാരിക്കുന്ന വോയിസ് പോലും കേൾക്കുന്നില്ല, വെറുതെ ആഡ്സ് ഉണ്ടാവുക. ഒഫൻസോയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എൻ്റെ കമ്പനിക്കാരനാണ്, പക്ഷെ കമ്പനിക്കാരിയാണ്. പക്ഷെ വെറുതെ നമ്മൾ അതിൽ ഇടപെടുന്ന വിചാരിച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞില്ല. അതൊക്കെ വെറുതെ ഓക്കെ, അത് വിടും. അപ്പൊ എന്താണ്, മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റൈറ്റ്. ഈ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന അത് ഓഡിയൻസിനനുസരിച്ചാണ്. ഈ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഓഡിയൻസിനനുസരിച്ചായിരിക്കും. ഓക്കെ, എന്നിട്ട് കൺഫേം കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ്. ഒരു മിനിറ്റ്. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആഡ്സ് ആണ്. ഇവിടെ നമ്മൾ ആഡ് സെറ്റ് ചെയ്യാൻ പോവാം. എന്താണ് ആഡ്? ഇപ്പോൾ ബിസോളുണ്ട്. ആഡിന് നെയിം എന്തെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും കൊടുക്കാം. പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ 1 ആദ്യത്തെ പോസ്റ്റർ 1 എന്ന് കൊടുക്കുക. പാർട്ണർഷിപ്പ് അതൊക്കെ പറയാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ കറക്റ്റ് ആണോ നോക്കണം. വേറെ ഏതൊക്കെയാണെന്നുള്ള. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും ഫേസ്ബുക്ക് പേജൊക്കെ ഓക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ത്രെഡ് പ്രൊഫൈലൊന്നും കൊടുക്കേണ്ട വേണമെന്നില്ല. ക്രിയേറ്റ് ആഡ് സെറ്റപ്പ്. ഈ ക്രിയേറ്റ് ആഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ ഉള്ള പോസ്റ്റിനെ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സിസ്റ്റിംഗ് പോസ്റ്റ് എന്നാകും. ക്രിയേറ്റ് ആഡ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആ ഒരു പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണം. ഫോർമാറ്റ് സിംഗിൾ 2-3 വീഡിയോസ് ഒക്കെ യൂസ് ചെയ്യേണ്ട കാരോസില. സിംഗിൾ ഇമേജസ് ആണെങ്കിൽ അത് സിംഗിൾ ഇമേജ് കൊടുക്കുക. മൾട്ടി അഡ്വർടൈസേഴ്സ് ആഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും ഒരു സ്റ്റോറിയിൽ ഫസ്റ്റത്തെ ആ സ്റ്റോറി ആഡ് ആയിരിക്കും, അതിന്റെ അടുത്തതും ആഡ് ആയിരിക്കും, അതിന്റെ അടുത്തതും ആഡ് ആയിരിക്കും, അതിനെ ഒരുമിച്ച് ആഡ് ചെയ്യില്ലേ, അതാണ് മൾട്ടി അഡ്വർടൈസ്. ഇതൊന്നും കൊടുക്കണ്ട, കാരണം കുറെ ആഡ്സ് ചെയ്യുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല, ഒഴിവാക്കി കളയും. അപ്പോൾ അത് ടിക്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കി കളയാം. എന്നിട്ട് ഡെസ്റ്റിനേഷനൊക്കെ ഈ അവയർനെസ് ക്യാമ്പയിൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ വാട്സപ്പിനെയാണ് കൊടുത്തുള്ളത്. ഇനി ആഡ് ക്രിയേറ്റീവ്. ഇവിടെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. എഡിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുക. ഇവിടെ ആഡ് ഇമേജ് ആഡ് വീഡിയോ ഉണ്ട്. ആഡ് ഇമേജ് കൊടുക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മളിപ്പോൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ പ്രൈമറി ടെക്സ്റ്റ്. ഈ പ്രൈമറി ടെക്സ്റ്റിനുള്ള ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കാണിക്കുക. നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറയില്ലേ, അതാണ് ഈ പ്രൈമറി ടെക്സ്റ്റ്. പ്രൈമറി ടെക്സ്റ്റ് SEO ഫ്രണ്ട്ലി ആയിരിക്കുക. SEO ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല കീവേഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവരുടെ മെയിൻ കീവേഡ് എന്താ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതായിരിക്കും. അങ്ങനത്തെ കീവേഡ്സ് യൂസ് ചെയ്തുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെച്ചിട്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഓഡിയൻസിന്റെ ഒക്കെ സെറ്റ് ആക്കുന്ന സമയത്ത് മെറ്റ തന്നെ കാണിച്ചോളും നിങ്ങൾ ഓവർ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യേണ്ടതൊക്കെ. ആ രീതിയിലാണ് ആൻസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല SEO ഫ്രണ്ട്ലി പ്രൈമറി ടെക്സ്റ്റ് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രൈമറി ടെക്സ്റ്റ് ക്യാപ്ഷൻ ആണ് കേട്ടോ പ്രൈമറി ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹെഡ്ലൈൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷനും അതേപോലെ ഡിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി അല്ല, വേണേൽ കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും, ഇമേജസ് ജനറേറ്റ് ചെയ്ത ഇമേജസ് ആഡ് ചെയ്യണോ? അതൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട, ഇപ്പോൾ കൊടുക്കണ്ട. കാരണം അതിൽ ഒരു കാരണം അത് പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് പ്രൈമറി ടെക്സ്റ്റ് ക്യാപ്ഷൻ നോക്കുക, എന്താ കാണിക്കും. ചാറ്റ് വിസിറ്റേഴ്സ്, കോൾ ടു ആക്ഷൻ, സെൻഡ് മെസ്സേജ്. കണ്ടോ, സെൻഡ് മെസ്സേജസ്. ഇതിൻ്റെ പ്രിവ്യൂ ആണ്. ഇങ്ങനെ ആയിരിക്കും ആഡ്സിൽ പോകുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, താഴെ വരിക. ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ചെയ്തത് ഫേസ്ബുക്ക് പേജ് ഓൾറെഡി ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് നമ്മളുടെ തന്നെ ആണോ എന്ന് നോക്കുക, സെലക്ട് ചെയ്യുക. അതായത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത ഇമേജസ് വെച്ചിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പുതിയ ആഡ് ക്രിയേറ്റ് ചെയ്യാനോ കൊടുക്കുക. ഫോർമാറ്റ് കൊടുക്കുക, പിന്നെ ഡെസ്റ്റിനേഷൻ കൊടുക്കുക, പിന്നെ ആഡ് സെറ്റപ്പ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയ ആഡ് കൊടുക്കുക. അതിനുശേഷം പ്രൈമറി ടെക്സ്റ്റ് ഒക്കെ അവിടെ കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം പബ്ലിഷ് കൊടുത്തതിന് എന്താവും, ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ കാണിക്കുക, എറർ എന്ന് പറഞ്ഞിട്ട് അത് നോക്കുക. ഒരു തെറ്റും ഇല്ലെങ്കിൽ പബ്ലിഷിംഗ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് 3 പബ്ലിഷ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ആഡ് പബ്ലിഷ് ചെയ്യുകയും കൂടി ചെയ്തു. സോ ഇവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്ക് ഇനി ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് ഓരോന്നായി ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് മാത്രമേ റൺ ചെയ്തുള്ളൂ. ഇനി അതിലേക്ക് ലീഡ് ജനറേഷൻ വരും, വാട്സപ്പ് എൻക്വയറീസ് വരുന്ന രീതിയിൽ ചെയ്യണം. സോ ഇതൊക്കെ എങ്ങനെ സെറ്റപ്പ് ആക്കുക എന്നുള്ള വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോസ് എങ്ങനെ ഇതിനുള്ള റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ ഐ ക്വിറ്റ്. സോ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 5 പേരെങ്കിലും പാർട്ട് 2 അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം.
സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഫ്രം ദിസ് ഓൾ.